മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കോട്ടയം ഇരട്ട കൊലപാതക കേസിൽ അസം സ്വദേശിയായിട്ടുള്ള അമിതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചതിനാൽ ഇനി അങ്ങോട്ട് വലിയ അന്വേഷണങ്ങളൊന്നും തന്നെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറെക്കുറെ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു എന്ന മട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നടപടികൾ. എന്നാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കേസായിട്ട് മാത്രം ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കൊലപാതകം നടന്ന അന്നു മുതൽ തന്നെ നിരവധി ദുരൂഹതകളുള്ള കേസ്. ഇപ്പോഴും ആ ദുരൂഹതകൾ മാറാത്ത ഒരു കേസാണ്. കോട്ടയം ശ്രീവത്സം എന്ന മണിമാളിക വീട്ടിൽ 2025 ഏപ്രിൽ 23 ഇവർ ജോലിക്കാരിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കാണുന്നത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ കേസ് എന്നൊക്കെയാണ് നിലവിൽ പല റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഒന്നും തുടക്കം അവിടെ നിന്നുള്ളതല്ല എന്നുള്ളത്, അതായത് വിജയകുമാറിൻ്റെ മരണത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യവസായിയായിരുന്ന വിജയകുമാറിൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ പല ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനകൾ, ഇതിന് പിറകിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരെയൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 2017 ജൂണിൽ കോട്ടയത്ത് തെള്ളക്കത്ത് റെയിൽവേ പാളത്തിൽ വെച്ച് മരിച്ച യുവ വ്യവസായിയായ ഗൗതം എന്ന് പറയുന്ന വിജയകുമാറിൻ്റെ മകൻ്റെ മരണം, ആ മരണത്തിലെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളാണ് വിജയകുമാർ അവസാനമായി നടത്തിയിരുന്നത്. സാധാരണ ഒരു ആത്മഹത്യയായി തീരേണ്ടിയിരുന്ന ഒരു മരണം അല്ലെങ്കിൽ മരണ റിപ്പോർട്ടായിരുന്നു ഗൗതമിൻ്റേത്. പോലീസിന്റെ കണ്ടെത്തലും അതുതന്നെയായിരുന്നു, ഗൗതം മരിച്ചത് ആത്മഹത്യയാണ് എന്ന്. പക്ഷേ വിജയകുമാർ ഇതിനെ എതിർത്തു. വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. CBI അന്വേഷണത്തിന് ഉത്തരവ് നേടി. ഇതൊരു ആത്മഹത്യയാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി. ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് CBI തിരുവനന്തപുരം യൂണിറ്റിലെ സംഘമൊക്കെ സ്ഥലത്തെത്തി വിവരം ശേഖരിച്ച ദിവസങ്ങൾക്കുള്ളിലാണ്, അതായത് തേഞ്ഞു മാഞ്ഞു പോകാനിരുന്ന ഒരു സംഭവത്തിൻ്റെ കേസ് റീ ഓപ്പണിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റീ ഓപ്പണിംഗ് ചെയ്യാൻ ഉത്തരവാദിയായിട്ടുള്ള വിജയകുമാർ അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഗൗതം ആത്മഹത്യ ചെയ്തതാണ് എന്ന് തീർത്ത് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൗതമിന് പിറകിൽ ആരോ ഉണ്ട്, വലിയൊരു കൊലയാളി തന്നെ. ആ കൊലയാളി തന്നെയാകാം ഒരു പക്ഷേ ഈ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അസം സ്വദേശിയായിട്ടുള്ള ഈ പ്രതിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാളെ വിജയകുമാറിൻ്റെ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വിജയകുമാറിൻ്റെ മുൻ ജോലിക്കാരനായ ആളെ, അതായത് അമിതിനെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിച്ചത് അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിർബന്ധിതനാക്കിയത് ഈ പറയുന്ന സ്വന്തം മകനെ കൊല്ലാൻ കാരണക്കാരായ ഒരാളോ അല്ലെങ്കിൽ ഒരു സംഘമോ ആണ് എന്നുള്ളൊരു സംശയം ഇപ്പോഴുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മകനെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും ഒരുമിച്ച് കൊലപ്പെടുത്തിയ ആ ഒരു വ്യക്തി, അവരെ ഈ 2 കേസിൽ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കുകയാണെങ്കിൽ 3 കേസും തെളിയിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് വിജയകുമാറിൻ്റെ മകനെ കൊന്നത് ആരാണ് എന്ന് തെളിയും, വിജയകുമാറിനെ കൊന്നത് ആരാണ് എന്ന് തെളിയും, വിജയകുമാറിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് ആരാണ് എന്ന് തെളിയും. ഏതെങ്കിലും ഒരു കേസ് തെളിയിച്ചാൽ ഈ 2 കേസിൻ്റെയും ചുരുളഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരമൊരു സംശയം പോലീസിനില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ജനങ്ങളുടെയും സംശയം. കാരണം സാഹചര്യ തെളിവുകൾ ഒരുപാടുണ്ട്. ഇയാളെ മനഃപൂർവ്വം ചാവേറാക്കിയതാണ് എന്നതിൻ്റെ സാഹചര്യ തെളിവുകൾ ഒരുപാടുണ്ട്. അതായത് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള കുറ്റം ഏറ്റെടുത്തിരിക്കുന്ന അമിത് താനാണ് കുറ്റം ചെയ്തത്, താനാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറയുമ്പോഴും അയാളുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് നാളുകളെടുത്തുള്ള പ്ലാനിംഗ് ആയിരുന്നു കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ക്യാമറകളും തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള ബുദ്ധി അമിതിനെ സംബന്ധിച്ചുണ്ടാകും. അപ്പോൾ അതൊന്നും ചെയ്യാതെ മനഃപൂർവ്വം താനാണ് കൊലപാതകം നടത്തിയതെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒരു രീതിയാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ട്, പ്രതിയെ കിട്ടിയിട്ടുണ്ട്, കേസ് അവസാനിപ്പിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മകന്റെയും മാതാപിതാക്കളുടെയും മരണത്തിന് പരസ്പര ബന്ധം ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നതും. കാരണം ഒരിക്കൽ അത് വിജയകുമാറിൻ്റെ മകൻ്റെ മരണം അത് തികച്ചും ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തൊരു സംഭവമാണ്. അതിനി ഇത്തരത്തിൽ അത് ഒരു ആത്മഹത്യയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ, ആ ഒരു കൊലപാതകത്തിൻ്റെ ബാക്കിയായിട്ടാണ് വിജയകുമാറും ഭാര്യയും മരിച്ചത് എന്നൊക്കെ തെളിയിക്കപ്പെട്ടാൽ അതിൻ്റെ നാണക്കേട് അത് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർക്കാണ്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കൊലയാളിയെയാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ പിഴവ് മൂലം വളർത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ ഒരു പക്ഷേ ഈ കേസ് ഇത്തരത്തിലൊരു പ്രതിയെ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഇതൊക്കെ സംശയങ്ങളാണ്. കൊലപാതകം താൻ നടത്തി എന്ന് തന്നെയാണ് ഈ അമിത് സമ്മതിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ് എന്നറിയാനുണ്ട്. ഒരു പക്ഷേ പണത്തിന് വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അമിത് പറയുന്നത് പ്രകാരം അമിതിന് വിജയകുമാറിനോട് ചില വ്യക്തി വൈരാഗ്യങ്ങളുണ്ട്. ആ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്തായാലും ഇത്തരത്തിലൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു പണം നൽകിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അമിതിന് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ലഭിക്കുകയാണെങ്കിൽ തൻ്റെ വ്യക്തി വൈരാഗ്യം തീർക്കാം, അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ അമിതും ചിന്തിച്ചിരിക്കണം. എന്തായാലും അമിത് കൊലപാതകം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഈ കേസ് പൂർണ്ണമായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മരണപ്പെട്ടുള്ള വിജയകുമാർ മായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ചില പ്രവാസികളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലൂടെയും പ്രതികരിച്ചുകൊണ്ടും അവരോട് ഒക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ആരെയും പറ്റിക്കാതെ ഒരാളുടെ പണം പോലും നഷ്ടപ്പെടുത്താതെ തെറ്റായ മാർഗത്തിലൂടെ ഒരു തരത്തിലുള്ള ഒരു രൂപ പോലും സമ്പാദിക്കാത്ത ഒരാളാണ് എന്നാണ് ഈ മരണപ്പെട്ട വിജയകുമാറിനെ കുറിച്ച് ഇത്തരത്തിൽ പ്രതികരിച്ച നിരവധി സഹപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഈ പറയുന്ന ഇതേ വിജയകുമാറിനെ കുറിച്ച് നിരവധി ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേട്ടിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതിയായിട്ടുള്ള അമിത് പറയുന്നത് പോലെ തന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് സഫേ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് വിജയകുമാറുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ചങ്ങനാശ്ശേരി സ്വദേശിയായ ഗ്രിഗോറിയസ് വർഗീസ് ആണ് ഇത്തരത്തിൽ വിജയകുമാറിനെതിരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി രംഗത്തെത്തിയിരിക്കുന്നത്. 2.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് താൻ വിജയകുമാറിന്റെ ഒരു സംരംഭം വാങ്ങിയതും പക്ഷേ അതിൽ താൻ പറ്റിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിൽക്കാനുള്ള പല സാധനങ്ങളും നിരവധി സാധനങ്ങൾ ഉപയോഗശൂന്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് വലിയ തുക ലഭിക്കുന്നതാണ്, നിങ്ങൾക്കിവിടെ വലിയൊരു ഭാവിയുണ്ട്, വലിയൊരു ബിസിനസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പറ്റിച്ചു, തന്നെ ആ ഒരു സംരംഭം തന്നെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു എന്നൊക്കെയാണ് ഈ ഗ്രിഗോറിയസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകാരം ഇയാൾക്ക് ഒരു അഡ്വാൻസ് കൊടുക്കുന്നു. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിറ്റേന്ന് തന്നെ വിജയകുമാർ ഇയാളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ സ്ഥാപനം വാങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങുമോ, ഇല്ലെങ്കിൽ താനിത് മറ്റാർക്കെങ്കിലും മറിച്ച് വിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു ഭയം ചെലുത്തുന്നു. അതിൻ്റെ പേരിൽ താൻ പലിശയ്ക്കടക്കം പൈസ പലരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് താൻ ആ സംരംഭം സ്വന്തമാക്കുകയായിരുന്നു. പക്ഷേ പിന്നീടാണ് തനിക്ക് ഇത് വലിയൊരു അമളിയാണെന്ന് മനസ്സിലായത്. വിജയകുമാർ തനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു സ്ഥാപനം വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി, പിന്നീട് കടമായി. അതിൻ്റെ പേരിൽ വിജയകുമാറിൻ്റെ ഒരൊറ്റ ആളുടെ പ്രവർത്തനത്തിൻ്റെ പേരിൽ മാത്രം താൻ വലിയൊരു കടക്കാരനായി. പിന്നീട് ആ ഒരു രീതിയിൽ തനിക്ക് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് വിജയകുമാറിനെതിരെ ഇദ്ദേഹം വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. എന്തായാലും ഏറെ ദുരൂഹതകളാണ് ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണെങ്കിലും അല്ലാതെയും തെളിവുകളൊക്കെ കൊണ്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൊലപാതകമാണ് എന്നത് കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം രണ്ടുപേരുടെയും കൊല ചെയ്യപ്പെട്ട രീതിയൊക്കെ നമുക്കറിയാം. ആയുധം ഉപയോഗിച്ച് വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിജയകുമാറിനെയും ഭാര്യയെയും ഒക്കെ കൊല ചെയ്തിരുന്നത്. പക്ഷേ ഇതാര് ചെയ്തു എന്നത് ഇപ്പോഴും ദുരൂഹതമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറെ ദുരൂഹത നിറഞ്ഞ ഒരു കേസ് തന്നെയാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വിജയകുമാറിൻ്റെ മകൻ്റെ മരണം അതും തെളിയിക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ 23-നാണ് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയായിട്ടുള്ള തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവർ വീടിനുള്ളിൽ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നത്. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ എന്ന് പറയുന്ന ആൾ അവിടെ എത്തിയപ്പോഴാണ് ഈ കൊലപാതക വിവരങ്ങൾ അറിയുന്നത്. തോട്ടക്കാരൻ ബോണ്ട് രാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. ഇയാൾക്ക് കേൾവി പരിമിതി ഉണ്ട് എന്നാണ് വിവരം. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. തുടക്കത്തിൽ തന്നെ വിജയകുമാറിന്റെ വീട്ടിൽ മുൻ ജോലിക്കാരനായിരുന്ന അസം സ്വദേശിയായ അമിതിനെ കേന്ദ്രീകരിച്ചാണ് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാളാണ് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യ തെളിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇയാൾ തന്നെ പറയുന്നു താനാണ് കൊല ചെയ്തത്. തൻ്റെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വിജയകുമാർ തനിക്കെതിരെ നൽകിയിട്ടുള്ള കേസിൻ്റെ പേരിലായിരുന്നു എന്നും
അതിൻ്റെ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് താൻ വിജയകുമാറിനെ കൊല ചെയ്തതെന്നൊക്കെയാണ് അമിത് എന്ന് പറയുന്ന അസം സ്വദേശി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതായത് കൊലപാതകത്തിന് വേണ്ടി ഈ അസം സ്വദേശി പോകുമ്പോഴുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആ ഒരു പുറത്തു വന്ന ദൃശ്യത്തിലൊന്നും തന്നെ ഒരു കൊലപാതക രംഗത്ത് നിന്ന് വരുന്ന ഒരു ആളിൻ്റെ ഒരു രീതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിട്ടുള്ള പാടുകളോ അതൊന്നും തന്നെ അതിന് അനുയോജ്യമായിരുന്നില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെയായിരുന്നു ഈ അസം സ്വദേശിയായിട്ടുള്ള പ്രതി അവിടെ നിന്ന് പുറത്തിറങ്ങിയതും കൊലപാതകത്തിന് അങ്ങോട്ട് പോയതും അതിനുശേഷം ഒരു ഓട്ടോ പിടിച്ചുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ ഒരു ഓട്ടോക്കാരനും സംശയം തോന്നുന്ന യാതൊരു രീതിയിലുള്ള ശാരീരിക ഭാഷയും ഈ അമിത്തിനുണ്ടായിരുന്നില്ല. അതായത് കൊലപാതകം ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ കൊലപാതകം ചെയ്തു എന്നതിൻ്റെ ഒരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ആരോ ഒരാൾ ചെയ്ത കൊലപാതകം സ്വയം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ മനസ്സിനെ ശാന്തപ്പെടുത്തുന്ന ഒരു രീതിയൊക്കെയാണ് ഈ അമിത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം എന്തായാലും ഈ ഒരു കേസ് അമിത്താണ് കൊലപാതകം നടത്തിയത് എന്നുള്ള രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നിലവിൽ പുറത്തു വരുന്നത്. എങ്കിൽ പോലും ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്. അമിത്തിനെ ആരാണ് കൊലപാതകത്തിന് വേണ്ടി സഹായിച്ചത്, അല്ലെങ്കിൽ അമിത് ആർക്ക് വേണ്ടിയാണ് ഈ കൊല ചെയ്തത്, അല്ലെങ്കിൽ അമിത് ആര് കൊലപാതകം നടത്തുമ്പോഴാണ് അവിടെ സാക്ഷിയായിട്ട് നിന്നിട്ട് പിന്നീട് ഇത് ഏറ്റെടുത്തത് എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഈ ഒരു കേസ് ഗൗരവപരമായിട്ട് തന്നെ പോലീസ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.